ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൽ പരീക്ഷയില്ലാതെ കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്നതിന് കീഴിൽ ഇപ്പോൾ നിയമനം വന്നിട്ടുണ്ട്. ഏകദേശം വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് റിസപ്ഷനിസ്റ്റ് ഉണ്ട്, ക്ലർക്ക്, ലാബ് അസിസ്റ്റന്റ്, അക്കൗണ്ടന്റ്, ഹോസ്റ്റൽ വാർഡൻ, സെക്യൂരിറ്റി ഇൻചാർജ്, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ അങ്ങനെ തുടങ്ങിയ ഒഴിവുകളിലേക്ക് വിവിധ 7ഓളം തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് അപേക്ഷിക്കാൻ പറ്റുക. നിങ്ങൾക്ക് മെയിൽ വഴി അപേക്ഷിക്കാം, പിന്നെ തപാൽ മുഖേന അപേക്ഷിക്കാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ MVDക്ക് കീഴിൽ ജോലി നേടാൻ പറ്റുക നോക്കാം. ഇപ്പോൾ കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് MVD കേരളയാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് ട്രെയിനിങ് ആൻഡ് റിസർച്ചിന് കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ഒഫീഷ്യൽ പേജിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത്. ഇതിലേക്ക് ടെമ്പററി ബേസിലാണ്, PSC എക്സാം ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ അത് അപ്ലൈ ചെയ്യുക, അതിനുശേഷം നിങ്ങൾ മെയിൽ വഴി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി കൂടുതൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ റിട്ടേൺ ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോയിൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. അതിലേക്ക് ഒരു വേക്കൻസിയാണ്. അതിലേക്ക് BTech ഇൻ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതിലേക്ക് ഏകദേശം 10 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ജോയിൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക്. പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് 2 വേക്കൻസി ഉണ്ട്. അത് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ഇൻ സെയിം ഡിസിപ്ലിൻ ആണ്. അതിൽ വേണ്ട എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. പ്രിഫറൻസ് ടു പീപ്പിൾ വിത്ത് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇൻ ഓട്ടോമോട്ടീവ് ഫീൽഡ്. ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും. പിന്നെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 2 വേക്കൻസി ഉണ്ട്. അതിലേക്ക് IT ഡീസൽ മെക്കാനിക്ക് അല്ലെങ്കിൽ MMV ഓർ ഹയർ ക്വാളിഫിക്കേഷൻ പ്ലസ് ഹോൾഡർ ഓഫ് LMV ആൻഡ് HMV ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ITI ഡീസൽ മെക്കാനിക്ക് അല്ലെങ്കിൽ MMV ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക, പ്ലസ് LMV ആൻഡ് HMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ്, അതുപോലെ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസും ഉണ്ടായിരിക്കും. അതിലേക്ക് 5 വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. പ്രിഫറൻസ് ടു കാൻഡിഡേറ്റ്സ് വർക്ക്ഡ് ആസ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഓർ ഡ്രൈവർ ഇൻ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആരാണോ ഈ ഒരു പ്രിഫറൻസ് നൽകുന്ന ആർക്കാണ് ഇവരെ ഈ വർക്ക് ചെയ്തിട്ടുള്ള ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക. പിന്നെ ഹോസ്റ്റൽ വാർഡൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇൻചാർജ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി. അതിലേക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നാൽ മതി. പ്രിഫറൻസ് നൽകുന്നത് എക്സ് മിലിറ്ററി ഓഫീസർ 5 year എക്സ്പീരിയൻസ് ആസ് എ സെക്യൂരിറ്റി ഓഫീസർ ഫ്രം എനി ഗവൺമെൻറ് ഓൺഡ് ഇൻഡസ്ട്രി ഓർ ഫ്രം എനി മൾട്ടിനാഷണൽ കമ്പനി. അപ്പോൾ ഇതിലേക്ക് പ്രിഫറൻസ് നൽകുന്നത് എക്സ് മിലിറ്ററി ഓഫീസേഴ്സിനോ അല്ലെങ്കിൽ 5 വർഷത്തെ സെക്യൂരിറ്റി ഫീൽഡിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കോ ഇതിലേക്ക് മുൻഗണന ലഭിക്കും. പിന്നെ അക്കൗണ്ടൻറ്റ് ഓർ ഓഫീസ് ഇൻചാർജ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അതിലേക്ക് MCOM ആണ് വേണ്ടത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടിങ്ങിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. പിന്നെ ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. അതിലേക്ക് 2 വേക്കൻസി, 1 പോസ്റ്റ് റിസർവ്ഡ് ഫോർ വുമൺ. അതുപോലെ IT ഡീസൽ മെക്കാനിക്ക് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ അതിലേക്ക് വേണ്ട ITI ഡീസൽ മെക്കാനിക്ക് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ അതിലേക്ക് പറഞ്ഞിരുന്നത്. പിന്നെ പ്രിഫറൻസ് നൽകുന്നത് കാൻഡിഡേറ്റ്സ് വിത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണ് പ്രിഫറൻസ് നൽകുന്നത്. പിന്നെ റിസപ്ഷനിസ്റ്റ് കം ക്ലർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് ഒരു വേക്കൻസിയാണ്. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഷാൾ ഏബിൾ ടു ഹാൻഡിൽ മിനിമം 3 ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി. റിസപ്ഷനിസ്റ്റ് കം ക്ലർക്ക് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മിനിമം ഡിഗ്രിയാണ്. അതിനോടുകൂടി തന്നെ മിനിമം 3 ലാംഗ്വേജ് നിങ്ങൾക്ക് ഫ്ലുവൻ്റായിട്ട് പരിചയം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊണ്ട് ഇൻസ്ട്രക്ഷൻസ് നോക്കുകയാണെങ്കിൽ 1 year കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം. സാലറി ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, അത് ആസ് പെർ റൂൾ പ്രകാരമായിരിക്കും ലഭിക്കുക. പിന്നെ മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്ന 65 വയസ്സാണ്. അപ്പോൾ ഏജ് പരിധിയൊന്നുമില്ല, 65 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ ആപ്ലിക്കേഷന് ഒരു ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്താണ് അയക്കേണ്ടത്.
Relevant supporting document to prove qualification and experience must be attached with the application. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങൾ റിലവൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഏജ് ലിമിറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് അതിൻ്റെ കൂടെ വെക്കണം. പിന്നെ ഓൾ കമ്മ്യൂണിക്കേഷൻ ഇൻ ദിസ് സെലക്ഷൻ പ്രോസസ് വിൽ ബി ത്രൂ ഇമെയിൽ ഓൺലി. അപ്പോൾ ഇമെയിൽ മുഖാന്തരമായിരിക്കും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഫർദർ ഇൻഫർമേഷനൊക്കെ ഇമെയിൽ വഴിയായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് 15/9/2022 മുമ്പ് 22 5 മണിക്ക് മുമ്പാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എത്തേണ്ടത്. അപ്പോൾ ഇത് 2 രീതിയിലാണ് അയക്കുക. ഒന്നാമത്തെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഓഫീസ് ഇൻചാർജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്, കണ്ടനായകം കാലടി PO എടപ്പാൾ മലപ്പുറം ഡിസ്ട്രിക്റ്റ് 679582 എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഉണ്ട്, ഈ ഇമെയിൽ ഐ ഡിയിലോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അയക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സെലക്ഷൻ ഡിസൈഡ് ബൈ ദി ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സെലക്ഷൻ ഉണ്ടായിരിക്കാം. അത് നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് 2 രീതിയിൽ അയക്കാം. 15/9/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫോം. ഇതിൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് ഓർ ഗാർഡിയൻ നെയിം, അതുപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള തെറ്റാതെ കൊടുക്കുക. കാരണം അതിലും ആയിരിക്കും നിങ്ങളുടെ ഫർദർ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം. ഇത്രയും ഡീറ്റെയിൽസ് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് നൈസ് ഡേ.